ശക്തൻ ബസ് സ്റ്റാൻഡും പരിസരവും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചു. ധർണ BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. നിരവധി തവണ നിവേദനം നൽകിയിട്ടും അധികാരികൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും ആക്ഷേപം. ബംഗളൂരു കോരമംഗലയിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ബീഹാർ സ്വദേശി കൃതികുമാരിയാണ് കൊല്ലപ്പെട്ടത്. കത്തിയുമായെത്തിയ അക്രമി യുവതിയുടെ താമസ സ്ഥലത്ത് വെച്ച് കഴുത്തറക്കുകയായിരുന്നുവെന്ന് പോലീസ്. തൃശൂരിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ അർദ്ധദിന ക്യാമ്പ് നടത്തി. ക്ലാസ് നടത്തിയത് വനിതാ ശിശുവികസനം, ഇന്ത്യൻ ബാങ്ക് എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി. കളക്ടറേറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി MGNRGS ജോയിന്റ് ഡയറക്ടർ R രാഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കർണാടക ചിത്രദുർഗയിൽ പ്രാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 12 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. 6ാം ക്ലാസ്സുകാരൻ രാമചന്ദ്ര മരിച്ചത് വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ. ഷോക്കേറ്റ കുട്ടി തൽക്ഷണം തന്നെ മരിച്ചു. തൃശൂർ കാഞ്ഞാണി ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിനു വേണ്ടി അനുവദിച്ച ആംബുലൻസ് നാളെ കൈമാറും. CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. 500ഓളം കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ പോയി സാന്ത്വന പരിചരണം നടത്താനാണ് ആംബുലൻസ് വിനിയോഗിക്കുക.